എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ളതും അതുപോലെ തന്നെ PG കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. UG കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷയും അതുപോലെ തന്നെ PG കോഴ്സുകളിലേക്കുള്ള SC ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷയുമാണ് നാളെ അവസാനിക്കുക. വിദ്യാർത്ഥികൾക്ക് cap.mgu.ac.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള പേജിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അതായത് ഈ ഒരു SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനുള്ള രജിസ്ട്രേഷനാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. അത് ജൂലൈ 18 മുതൽ 19 തീയതി വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ അല്ലാത്തവർക്കും അതായത് SC ST അല്ലെങ്കിൽ കൂടി അത് ജനറൽ കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾ ആയിരുന്നാൽ കൂടി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാം. ആദ്യത്തെ 3 അലോട്ട്മെൻറ്റ് പട്ടികകളിൽ ഉൾപ്പെടാത്തവർക്കും അതുപോലെ തന്നെ ആദ്യത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം ഈ ഒരു അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾ അതായത് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും എന്നിവർക്കും ഉൾപ്പെടെ ഈ ഒരു പുതുതായിട്ട് ഓപ്ഷൻ നൽകുകയും രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ UG കോഴ്സുകളായിട്ടുള്ള അതായത് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ഇതുവരെ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഓൾറെഡി അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു UG കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷനുള്ള അപേക്ഷ നൽകാവുന്നതാണ്. സ്ഥിരപ്രവേശനം എടുത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ച് മാത്രം അഡ്മിഷൻ എടുക്കാൻ അതായത് ഈ ഒരു ഓപ്ഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച ആ ഒരു പ്രവേശനം റദ്ദ് ചെയ്യപ്പെടും. അതുപോലെ പുതുതായിട്ട് കിട്ടുന്ന ആ ഒരു സീറ്റിലേക്ക് ജോയിൻ ചെയ്യേണ്ടതും ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ UG കോഴ്സുകളിലുള്ള വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് താഴെയായിട്ട് ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ഓരോ പ്രോഗ്രാംസിൻ്റെയും അവിടെയുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സിലാണ് വേക്കൻസി ഉള്ളത് അതുപോലെ എത്ര വേക്കൻസിയാണുള്ളത് എന്നുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് UG കോഴ്സിലേക്കുള്ള ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷയും അതുപോലെ തന്നെ PG കോഴ്സിലേക്കുള്ള SC ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ലേക്കുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അപേക്ഷിക്കുകയും എന്നാൽ അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഏതൊരു കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു അലോട്ട്മെൻറ്റുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഡിഗ്രി പ്രവേശനത്തിനാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും അതുപോലെ അപേക്ഷ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ അപേക്ഷിക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടുകയും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാം. അതുപോലെ PG കോഴ്സ് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SC ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റാണ് രണ്ടാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റാണ് ഇത് നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ SC ST ഉൾപ്പെടെ അതായത് ഏതൊരു വിഭാഗത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾക്കും മുൻപ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും പുതുതായിട്ട് ഓപ്ഷൻ നൽകുകയും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് പുതുതായിട്ട് അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. SC ST അതുപോലെ SC ST അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് കൂടി ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും PG കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷയും അതുപോലെ തന്നെ UG കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷയും നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.